ആ നമസ്കാരം. അരുൺദാസ് മതിൽമൂലിയാണ്. അപ്പോൾ ഗണപതി കൈ പഠിച്ചതിന് ശേഷം നമുക്ക് മേളത്തിന് വേണ്ടത് എന്താണ്? ഏതൊരു ചെണ്ടക്കാരനും വേണ്ടത്, അല്ലെങ്കിൽ ഒരു സംഗീതം പഠിക്കുന്ന ആൾക്ക് വേണ്ടത് സാധകം വേണം. നമുക്ക് മേളം കൊട്ടണമെങ്കിൽ ആദ്യം സാധകം വരണം. അപ്പോൾ സാധകത്തിന് വേണ്ടി, അല്ലെങ്കിൽ മേളത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ ഏതൊരു മേളക്കാരനും കയ്യിൽ വരേണ്ടത് സാധകം. ആ സാധകം വരാൻ വേണ്ടി ചെയ്യേണ്ടത് തക്കിട്ട കൊട്ടണം. തക്കിട്ട കൊട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തക്കിട്ടയ്ക്ക് 1-ാം കാലുണ്ട്, 2-ാം കാലുണ്ട്, 3-ാം കാലുണ്ട്, 4-ാം കാലുണ്ട്. അതിനെ ഇരട്ടിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ വലിയ വലിയ മേളക്കാർ ഒരുപാട് സാധുക്കൾ ഇരട്ടിക്കും. അപ്പോൾ 4-ൽ നിന്നും വീണ്ടും 1-ലേക്കും 2-ലേക്കും 3-ലേക്കും പോവാം. അങ്ങനെ അങ്ങനെ തക്കിട്ട മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തക്കിട്ട കൊട്ടുമ്പോൾ നമ്മൾ 2 കൈയും ഇത്രയും വിരിച്ച് പിടിക്കണം. ഇത്രയും വിരിച്ച് പിടിച്ചിട്ട് തണ്ടൽ ഇങ്ങനെ നിവർന്നിരിക്കണം. ഇങ്ങനെ ഇരിക്കരുത്, കൈ ഇവിടെ താങ്ങരുത്. ഫുള്ള് ഇങ്ങനെ പിടിക്കുക. കുറേ കാലം കൊട്ടുമ്പോൾ നമുക്ക് ഇവിടൊക്കെ മുഴ വരും. കുറേ നേരം കൊട്ടുമ്പോൾ ഇവിടൊക്കെ കഴിച്ചിട്ട് മുഴ വരും. അതൊക്കെ നമ്മൾ സഹിക്കണം. കുറച്ച് കാലം ഉണ്ടാവുള്ള കൈ കിടപ്പൊക്കെ. ആ സാധകം വന്നാലേ നമുക്ക് മേളം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാധകം വരാൻ വേണ്ടി തക്കിയിട്ട് 1-ാം കാലം ഞാൻ കാണിച്ചു തരാം. ഇടത് കൈമെന്നാണ് തുടങ്ങുക. ഒരെണ്ണം ഇടത് കൈമ്പോഴും 2 വലത് കൈമ്പ് വരും. അപ്പോൾ ഈ കുഴി ഇങ്ങനെ മറയണം. നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ മറയണം. ഇങ്ങനെ ത കി ട ഇങ്ങനെ 1-ാം കാലം ഇങ്ങനെ മറണം. 1-ാം കാലം ഞാൻ ഈ വലതല കൂട്ടി കാണിച്ചത്. ഇതാണ് വലതല ചെണ്ടട്ടാ. ചെണ്ടയുടെ നടുവിൽ കൊട്ടണം. മുട്ടിയുമായിരിക്കും നമ്മൾ പഠിക്കുക. പഠിക്കുമ്പോൾ മുട്ടിയുടെ നടുവിൽ നമ്മൾ കൊട്ടണം. അപ്പം ഇതിൻ്റെ 2-ാം കാലം ഉണ്ട്. ഇത് 1-ാം കാലം. ഇത് ഇത്തിരി സ്പീഡായിട്ട് 2-ാം കാലം വരും. ഇത് 1-ാം കാലം ഞാൻ ഒന്നുകൂടെ കാണിച്ചിട്ട് 2-ലേക്ക് കിടക്കുന്ന കാണിച്ചു തരാം. രണ്ടാം കാലത്തിൽ കിടക്കാം. സ്പീഡായി ഇങ്ങനെ വരും. കാലം കയറി ഇങ്ങനെ വരും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ നിർത്താതെ നമ്മൾ ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഡെയിലി ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മൾ ഈ കുഴ മറിഞ്ഞ് കിട്ടുള്ളൂ. ഈ കുഴ മറിഞ്ഞാലേ തകിട ഈ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേളത്തിൻ്റെ കുറച്ച് ചെറിയ ടിപ്സ് ഉണ്ട്. അത് പഠിച്ച് മേളത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഗുണം ചെയ്യുന്നു വിചാരിക്കുന്നു. മേളം പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കുക, സാധനം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ വളഞ്ഞിരിക്കരുത്. നിവർന്നിരിക്കുക, കൈ വിരിച്ചു പിടിക്കുക, നല്ല തലയ്ക്ക് മുകളിൽ കൂടി ഇങ്ങനെ പൊട്ടി പയ്യെ കൊട്ടി പഠിക്കാം. അങ്ങനെ പയ്യെ തിന്ന പനയും തിന്നാന്നൊക്കെ നമ്മൾ കാരണവർ പറയാം. അതുപോലെ പയ്യെ നമ്മൾ പോയി നമ്മൾ നല്ല സാധനമുള്ള മേളക്കാരനാവും. അപ്പോൾ ഓക്കേട്ടാ, ശരി.